ഒമാനിൽ നടന്ന അമേരിക്കൻ ഇറാൻ ആണവായുധ സമാധാന ചർച്ച മൂന്നാം ഘട്ടവും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സാമ്പത്തിക ഉപരോധം പിൻവലിക്കലടക്കമുള്ള ചില നിർദ്ദേശങ്ങളെല്ലാം അമേരിക്ക ഇറാന് മുൻപേ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണ നാശമാണ് അല്ലെങ്കിൽ പൂർണ്ണ ആണവായുധ നിരോധനമാണ് അമേരിക്ക ആവശ്യപ്പെട്ടതിനാൽ അത് തങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞ തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ഇതെല്ലാം പ്രാദേശികപരമായിരിക്കുന്ന റിപ്പോർട്ടല്ലാതെ ഔദ്യോഗികപരമായ രീതിയിൽ ഇറാൻ്റെ ഈ വിദേശകാര്യമന്ത്രിയോ ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയോ അമേരിക്കയുടെ പ്രതിനിധിയോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികപരമായ രീതിയിൽ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടില്ല. പത്രക്കാരുടെ ചോദ്യത്തിന് 3 പേരും കൃത്യമായ രീതിയിൽ മറുപടിയും പറഞ്ഞിട്ടില്ല. ഏറെക്കുറെ മനസ്സിലാക്കിയെടുത്തോളം ചർച്ച പരാജയമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ നിന്നും നിലപാടിൽ നിന്നും അവർ യാതൊരു രീതിയിലുള്ള മാറ്റങ്ങൾക്കും തയ്യാറല്ല എന്നുള്ള കാര്യങ്ങൾ അവർ വീണ്ടും ബോധിപ്പിച്ചിരിക്കുകയാണ്. ആണവായുധം സംരക്ഷിക്കുക എന്നുള്ളതും സമാധാനപരമായ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവായുധം ഉപയോഗിക്കുക എന്നുള്ളതും തങ്ങളുടെ പരമാധികാരത്തിൻ്റെ ഭാഗമാണ്. അത് മറ്റൊരു രാജ്യത്തിന് ചോദ്യം ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല, അത് തങ്ങൾ അനുവദിക്കുകയില്ല. ഈ കാര്യമാണ് ഇറാൻ കർക്കശമായ രീതിയിൽ തന്നെ പറഞ്ഞത്. ഈ നിലപാടിൽ നിന്ന് മാറ്റം വരാത്തിടത്തോളം കാലം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള വലിയ പ്രയാസമാണ് എന്നുള്ള ഒരഭിപ്രായം ഒമാൻ പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വരുന്നു.